ഇത്രയും കാലം ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്ന് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പറ്റിയ ഏറ്റവും വലിയ തെറ്റ. ലൈക്ക് എന്റെ പഴയൊരു ഫോൺ ഞാൻ ഇവളെ വിശ്വസിച്ച് ഇവൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് ഞാൻ ഇവളോട് പറയാത്ത കാര്യങ്ങളല്ല അതിലുണ്ടായിട്ടുള്ളത്. ഇവളോട് മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. ഞാൻ പറയാനുള്ള റീസൺ ഒന്നാമത്തെ കാര്യം ഇതെങ്കിലും കേട്ടിട്ട് ഇവള് നിർത്തി പൊയ്ക്കോട്ടെ, ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്ന് നിർത്തി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഓപ്പൺ ആയിട്ട് പറയാലോ. രണ്ടാമത്തെ കാര്യം ഇതിനി നാളെ ഒരിക്കൽ, അതായത് അങ്ങനെയല്ല, എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. റിലേഷൻ ഉണ്ടായ ടൈമിൽ അതിന് വീഡിയോ കോളിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ ഫോണിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയിട്ട് അങ്ങനെ എടുത്തായിരുന്നു. ആ കുട്ടിയുടെ പേരും ഞാൻ ഇതിലോട്ട് ഒരിക്കലും ആവശ്യമില്ല. അപ്പോ ആ കുട്ടിയായിട്ടുള്ള ഒരു സംഭവം ഇവളെന്ത് ചെയ്ത് എടുത്തു വെച്ചിട്ട് ഇവള് എന്റെ മുൻപിൽ നിന്ന് ഡിലീറ്റ് ആക്കി എന്നുള്ള കാര്യം കാണിച്ചിട്ട് ഡിലീറ്റ് ഫോൾഡറിൽ നിന്ന് നേരെ ഇവളെ ഫോണിലോട്ട് എടുത്തു. അത് വെച്ചിട്ടാണ് ഇത്രയും കാലം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഏത് ഇന്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ പിറ്റേ ദിവസം ഇറങ്ങി അന്ന് രാത്രി ഇവള് ഈ വീഡിയോ കോളിന്റെ ഇത് ലീക്ക് അയക്കുന്നതിനായിട്ട് സ്റ്റോറി ഇട്ട് വെക്കും.